മണാലിയിൽ വന്നിട്ട് ഞങ്ങൾ ആദ്യം ഇനിയിപ്പം പോകാൻ പോകുന്നത് നമ്മുടെ ഹിഡുംബ ടെമ്പിളിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ക്ഷീണമായി പോയി വന്നിട്ട്, നല്ല രീതിയിലും കിടന്നുറങ്ങി. ഇപ്പോൾ ഓരോ ആളുകളായിട്ട് പയ്യെ എണ്ണീറ്റ് വരുന്നതേ ഉള്ളൂ. എന്താ അത്, ദേ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് മഞ്ഞിൽ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് കിടക്കുന്നതിന് മുന്നേ ഇവിടെ ചെറുതായിട്ടൊരു വിളവെടുപ്പൊക്കെ നടത്തിയായിരുന്നു. ഈ മഞ്ഞ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ മഞ്ഞൊക്കെ മൊത്തം ഞങ്ങൾ ഉരുണ്ട് കളിച്ചതാണ്. വേറെ പണിയൊന്നും ഇല്ലായിരുന്നല്ലോ ഇന്ന്. അപ്പം പിന്നെ ഞങ്ങൾ ഈ മഞ്ഞത്ത് കിടന്നങ്ങ് ഉരുണ്ട് കളിച്ച് മൊത്തം അലമ്പാക്കി. എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടുത്തെ ആളുകളൊന്നും പറഞ്ഞില്ല. ഇത് ഏതോ ആപ്പിൾ തോട്ടം എന്തോ സെറ്റപ്പാണ്. അപ്പം നമുക്കിനി നേരെ ഹിഡുംബ ടെമ്പിളിലേക്ക് പോവാം. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് വിളിച്ചിറക്കട്ടെ. ദേ കൂടെ വന്നതിൽ ഒന്നാമത്തെ ആൾ സുമേഷേ. ഇതാണ് സുമേഷ്. ചേട്ടത്തട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിലെ മൂത്ത ചേട്ടൻ. വിശാഖേ മോനെ, കാണാൻ വലിയ പ്രായം ഉണ്ടെങ്കിൽ കൊച്ചു പയ്യനാ. അപ്പം പോയാലാ? നമ്മുടെ നാടൊക്കെ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് മാഗിയൊക്കെയാണ്. ഒരു 3-4 പാക്കറ്റ് മാഗി അങ്ങ് കഴിച്ച് എന്തൊരുറക്കമായിരുന്നു. അതും പോരാഞ്ഞിട്ട് 2-3 ദിവസം ട്രെയിനിൽ വന്നതിൻ്റെ ക്ഷീണം, അവിടുന്ന് പിന്നെ കാറിൽ ഇങ്ങോട്ട് വന്നതിൻ്റെ ക്ഷീണം, മൊത്തത്തിൽ തളർന്നുപോയി. ഇപ്പോഴാണ് ഒന്ന് കറങ്ങാൻ ഇറങ്ങുന്നത്. എൻ്റെ പൊന്നെ, പോകുന്ന വഴിയൊക്കെ ഫുൾ മഞ്ഞുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ കാണിച്ചു തരാട്ടാ. ഇപ്പോഴും ഇവിടുത്തെ മഞ്ഞൊന്നും പോയിട്ടില്ല. റോഡൊക്കെ ഫുൾ മഞ്ഞാണ്. ഇത് കുഞ്ഞൊരു വഴിയാണ്. അത്യാവശ്യം നല്ല ടാസ്ക്കാണ് ഇതിലേക്കൂടെയൊക്കെ നടക്കാൻ. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ലേറ്റായി പോയപ്പോൾ നിന്ന സ്റ്റേ ഈ കാണുന്നതാണ്, ഈ ബിൽഡിങ്ങിലാണ്. ഞങ്ങൾ സ്ഥിരം വരുമ്പോൾ ബുക്ക് ചെയ്യുന്ന, സ്ഥിരമല്ല, ആകപ്പാടെ ഒരു വട്ടം വന്നിട്ടുള്ളൂ. അപ്പം കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ബുക്ക് ചെയ്ത സ്ഥലമല്ലായിരുന്നു. രാത്രി ലേറ്റ് ആയതുകൊണ്ട് ആളില്ലായിരുന്നു വരാൻ. അപ്പോൾ ഞങ്ങളെ ദേ ഈ നിർവാണ സ്റ്റേയിലേക്കാണ് ചാമ്പിയത്. ഓ എൻ്റെ പൊന്നെ, വിചാരിക്കുന്നതിൻ്റെ ഒട്ടൊന്നുമല്ലാട്ടോ ഈ തണുപ്പത്ത് നടക്കുന്നത്. നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. ഫേസൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി, അട്ടപ്പളകും. ഞാൻ ഇനി കുറച്ച് നേരം കിതക്കട്ടെ ഗൈസ്. വരുന്ന വഴിയിൽ കണ്ടതാണ് മഞ്ഞിൻ്റെ അകത്തൊരു സ്കൂട്ടർ. മൊത്തത്തിൽ ഇത് ഇളക്കാൻ ആരുമില്ല. എന്തല്ലേ, ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മണാലിയിലെത്തി. ഞങ്ങൾ ശരിക്കും പറഞ്ഞൊരു ചായ കുടിക്കാൻ പോയിട്ട്, ഞാനിത് കുറേ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും പിന്നെയും പറയാം. ഒരു ചായ കുടിക്കാൻ പോയി. ശരത്തേട്ടൻ കാരണം ഞങ്ങൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴും ചായ കുടിക്കാൻ പോകാറുണ്ട്. ചായ കുടിക്കാൻ പോകുന്നത് സ്ഥിരം. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ ചായക്കഥയുടെ കൂട്ടത്തിൽ ഈ കഥയും അങ്ങ് വന്നു, മണാലി കഥ. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലെ ശരത്തേട്ടന് മഞ്ഞ് കണ്ടേ പറ്റൂ. പുള്ളിയുടെ ഒരൊറ്റ നിർബന്ധത്തിലാണ് ട്രിപ്പ് കടന്നത്. പക്ഷേ പുള്ളി ഇത് പറഞ്ഞപ്പോഴും ഞങ്ങൾ കാര്യമായിട്ട് എടുത്തില്ല. ഞങ്ങൾ ഫുള്ള് കളിയാക്കലായിരുന്നു. പുള്ളിയെ കളിയാക്കി കൊന്നു. അടുത്ത ദിവസം എന്താ 4 പേരുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് പുള്ളി വന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ഈ ട്രിപ്പ് ഓണായത്. എന്തായാലും പുള്ളിയുടെ ആഗ്രഹവും അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നുകൂടി ഒരു അവസരം കിട്ടുകയും ചെയ്തു. എന്തായാലും നന്നായി. വന്ന സമയം എന്തായാലും കൊള്ളായിരുന്നു. അത്യാവശ്യം നല്ല ക്ലൈമറ്റായിരുന്നു. ഇതിനൊരു കുറച്ച് ദിവസം മുന്നേ വരെ മണാലിയിൽ മഞ്ഞൊക്കെ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. റോഡിൽ വണ്ടികൾ വന്ന് തുടങ്ങി. അത് തന്നെ ഏക ആശ്വാസം, സന്തോഷം. പിന്നെ വോൾവോ ബസ്സൊക്കെ ഇപ്പം സ്റ്റാൻഡിൽ വരാറുണ്ട്. അപ്പം ഇനി വരുന്നവരുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബസ്സൊക്കെ സ്റ്റാൻഡിലെത്തുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മുടെ റൂമിൻ്റെ സ്റ്റേ അടിപൊളി കേട്ടോ. ഒരു മണാലിയിൽ ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്ന സമയത്ത് ഒരു മലയാളി ചേട്ടനാണ് ഞങ്ങൾക്ക് ഇവരുടെ ഒരു കോൺടാക്റ്റ് തന്നത്. പുള്ളി കിടിലമായിരുന്നു. പുള്ളി ശരിക്കും പറഞ്ഞാൽ നാട്ടിലായിരുന്നു. പക്ഷേ പുള്ളി നാട്ടിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ചെയ്തു തന്നു. ഈ വട്ടം വന്നപ്പം പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വരുമ്പോൾ, മണാലിയിലേക്ക് വരുമ്പോൾ ഹിഡുംബ ടെമ്പിളിൻ്റെ അടുത്തിട്ടാണ് സ്റ്റേ വരിക. ലൂ മൗണ്ട് എന്നാണ് സ്റ്റേയുടെ പേര്. ആർക്കെങ്കിലും ഇവിടെ വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മതി. ഞാൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ കോൺടാക്റ്റൊക്കെ കൊടുത്തേക്കാം. അപ്പം കുറച്ചുകൂടി ഈസി ആവും. അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങൾ, വണ്ടി ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എന്താണെങ്കിലും പുള്ളി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അറേഞ്ച് ചെയ്ത് തരും. ഞാൻ വ്ളോഗ് എടുത്ത് ബാക്കിലാണ്. അവരെല്ലാവരും അങ്ങ് മുമ്പിൽ ചെന്ന്. ഇനിയിപ്പോൾ ഞാൻ അവരുടെ കൂടെ ഒന്ന് പോയി പറ്റട്ടെ. ഏകദേശം ടെമ്പിൾ എടുക്കാറായി. ടെമ്പിളിൽ കയറിയിട്ട് ബാക്കി കാണിക്കാം. ഞങ്ങളങ്ങനെ ദേ ഹിഡുംബ ടെമ്പിളിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ വന്നപ്പം തന്നെ കുറച്ച് പേര് മറ്റേ
ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് കഴിഞ്ഞ് ഇവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ. അതെ, അതിൻ്റെ ആളുകളാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്. അതെ അതെ, ഒരാൾക്ക് 100 രൂപ എങ്ങാണ്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. ശരത്തേട്ടാ, താങ്കൾക്ക് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ? ഇതേ ആ കയ്യിലിരിക്കുന്ന മറ്റേ മുയലുണ്ടോ, മുയലിനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. 20 രൂപ കണ്ട് കൊടുത്താൽ മതി. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എടുത്തായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഹിഡുംബ ടെമ്പിൾ എക്സ്പീരിയൻസ്? അത് കറക്കൊന്ന് കാണിച്ചു കൊടുത്ത് നോക്കി, ചുറ്റിനും ആൾക്കാരുണ്ട്. റീൽസ് വിത്ത് റിയാലിറ്റി. അതെ, റീൽസ് വിത്ത് റിയാലിറ്റി. നമ്മൾ പറയും, അതായത് ഇങ്ങോട്ട് വന്നപ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു, ഒട്ടും വിചാരിച്ചില്ല. ഞങ്ങൾ നൈസായിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് ഷൂട്ടാവാണ്. ഈ അടുത്ത സ്ഥലം വല്ലതും പിടിക്കട്ടെ. 2 ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല. അപ്പം മാർക്കറ്റിലൊക്കെ പോയി കറങ്ങി കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് ഹാൻഡ് മെയ്ഡൊക്കെ കിട്ടുന്ന പറയുന്നത് കേൾക്കണേ ഇവിടെ കുറച്ച്. അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് പതുക്കെ റൂമിലോട്ട് പോവാം. ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ മാത്രമേ മേടിക്കുന്നുള്ളൂ. ആ നോക്കാം. അപ്പം ഞങ്ങൾ മണാലി ഹിഡുംബ ടെമ്പിളിൽ ഇറങ്ങി പുറത്തെ മാർക്കറ്റിലൊക്കെ പോയി ഇറങ്ങിയിട്ടൊക്കെ വരട്ടെ. അയ്യോ മഞ്ഞ് എനിക്കും കാണുന്നില്ല, നീ തോന്നുന്നില്ല. ഇതിനൊക്കെ ബ്ലോഗ് വന്ന സൈലന്റ് ആണ് ഗൈസ്. എന്നെ വളരാൻ അനുവദിക്കുന്നില്ല ഇവരൊന്നും. എന്ത് ചെയ്യാനാ, സ്വാഭാവികം ചെയ്യാൻ. അപ്പം ഇവിടെ ഇറങ്ങട്ടെ ഗൈസ്. ഹിഡുംബ ടെമ്പിളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറേ ഇവിടുത്തെ ഒരു സ്റ്റൈല് ഡ്രസ്സുണ്ട്. എനിക്കിത് എന്താ പറയുന്നതെന്ന് അറിയില്ല. അത്യാവശ്യം കുറേ ഷോപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇതിലും കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറഞ്ഞു. എനിക്ക് തോന്നുന്നു മറ്റേ സ്നോഫോളൊക്കെ വന്നിട്ട് ഇപ്പോൾ എല്ലാവരും തുറന്നു വരുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡ്രസ്സൊക്കെയാണ്. നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് മാത്രം മേടിക്കണം, അത് മാത്രമേ ഉള്ളൂ. മുമ്പിൽ 2 പേര് തണുപ്പായിട്ട് ചോളമൊക്കെ കടിച്ചുകൊണ്ടാണ് പോകുന്നത്. പാനിപൂരി കട, നന്ദിയുണ്ടേ. വേറെ ഇനിയും ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഫുഡ് സ്റ്റാളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലായിടത്തും ചോളം ഉണ്ടല്ലേ. ഇനി അങ്ങോട്ട് കുറച്ച് ഫുഡ് സ്റ്റാളൊക്കെയാണ്. 2-3 കടകളൊക്കെ അടവാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം. നമുക്കിനി അങ്ങോട്ടാ, നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലോ. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട്. വാ, എന്തല്ലേ ഭാഗ്യം. അപ്പം ഞങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് വരാം. അങ്ങനെ ഞങ്ങളിത് മണാലി മാർക്കറ്റിലെത്തി. ഇവിടെ എല്ലാം റോട്ടിൽ ഐസൊക്കെ കൂട്ടി വെച്ചേക്കാണ്. ഇടയ്ക്ക് സ്നോഫോളൊക്കെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇവരെല്ലാം പെട്ടെന്ന് തന്നെ സൈഡിലേക്ക് മാറ്റിയാണ് വെച്ചേക്കുക. എല്ലാം എടുത്തുകൊണ്ട് കളഞ്ഞൊന്നുമില്ല. ഒരുപാട് സാധനങ്ങളുണ്ട് മേടിക്കാൻ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ബാർഗെയിൻ ചെയ്യുന്നതിനെക്കാട്ടും നല്ല ഡൽഹിയിൽ പോയി ബാർഗെയിൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഇവിടുന്ന് 50 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം ഡൽഹിയിൽ 15 രൂപയ്ക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്റർ ആ ഒരു സെറ്റപ്പായിരിക്കണം. ഒരുപാട് കടകളുണ്ട്, നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കി ഒക്കെ മേടിച്ചെടുക്കാം. അതും പോരാഞ്ഞിട്ട് നല്ല തിരക്കും. എനിക്ക് ഈ തിരക്കാണ് സഹിക്കാൻ വയ്യാത്തത്, പിന്നെ തണുപ്പും. ഞങ്ങളെന്തായാലും ഇവിടൊക്കെ ഒന്ന് കറങ്ങി കാണട്ടെ. ഞങ്ങൾ വന്ന് കറങ്ങി കണ്ടത് ഒന്നും മേടിക്കാനൊന്നും ഇല്ലെങ്കിലും വന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. പിന്നെ മെയിനായിട്ട് മണാലി മാർക്കറ്റിൻ്റെ അകത്ത് ഇറങ്ങുമ്പോൾ കുറേ ആളുകൾ നമ്മളെ വന്ന് പറ്റിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ആവശ്യമില്ലാതെ മറ്റേ ഡ്രഗ്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കയ്യിലൊക്കെ തരും, ഇത് മേടിച്ചോ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും മാക്സിമം പോയി വീഴാതിരിക്കാൻ നോക്കുക. ഭയങ്കര തട്ടിപ്പുമാണ്, നമുക്കും നല്ലതിനല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മാക്സിമം പോകാതിരിക്കാൻ നോക്കുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഫുഡുണ്ട്, ഡ്രസ്സുണ്ട്, ടോയ്സുണ്ട്. പിന്നെ മെയിനായിട്ട് വരുമ്പോൾ നമ്മൾ മേടിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ ടിബറ്റൻ ഫ്ലാഗ്. ലേയിലോ മണയിലോ ഒക്കെ വരുമ്പോൾ എല്ലാവരും മേടിക്കുന്നൊരു സാധനമാണ്. നടന്നിട്ടും തീരുന്നില്ലല്ലോ ദൈവം, എന്തോരം കടകളാ. പക്ഷെ ഒരു ദിവസം ഇവിടെ മൊത്തം വന്ന് കറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കടയും കണ്ട് കയറി ഇറങ്ങാൻ പറ്റും. എന്താ അല്ലേ?
ഓരോ വഴി കഴിയുമ്പോൾ അടുത്ത വഴിയൊക്കെ കാണും. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇങ്ങോട്ടൊന്നും കയറിയില്ലായിരുന്നു. ഇതിപ്പം കുറേ ഉണ്ടല്ലോ, ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. ഇത് തുണി, എൻ്റെ പൊന്നെ, ഇതിനൊക്കെ മുടിഞ്ഞ റേറ്റ് ആയിരിക്കും. ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ റേറ്റൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, 200, 400, 600. നല്ല സാധനത്തിനൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല ക്യാഷൊക്കെ വരും. ജാക്കറ്റും വൂളൻ ഡ്രസ്സും ഒക്കെയാണ് കൂടുതൽ. കണ്ടിട്ടും മതിയാവുന്നില്ല. ഞങ്ങളങ്ങനെ ഇന്നലെ മണാലി മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആക്രാന്തം കാരണം വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവിടെ കയറി ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് അത് കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മുടിഞ്ഞ തണുപ്പ്. പിന്നെ ഒന്നും നോക്കില്ല, ഒരു ടാക്സി വിളിച്ച് നേരെ റൂമിലേക്ക് പോയി. പിന്നെ വന്ന് ബെഡ് കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പോൾ രാവിലെ എണ്ണീറ്റ് അപ്പോഴാണ് ഓർത്തത് ഇതിനൊരു എൻഡിങ് കൊടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇനിയിപ്പം അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പം പേജും ഫോളോ ചെയ്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പം അടുത്ത എപ്പിസോഡിൽ വരാം.